മലപ്പുറത്തെ വൈറലായ ഒരു ഫുട്ബോൾ താരത്തെ ഇനി പരിചയപ്പെടാം. 2 ദിവസം കൊണ്ട് 23 ലക്ഷത്തിലധികം ആളുകളാണ് ഇൻസ്റ്റഗ്രാമിൽ അജുവിന്റെ ഫുട്ബോൾ പ്രകടനം കണ്ടത്. കാൽപന്ത് കളി എന്നത് മലപ്പുറത്തുകാരെ സംബന്ധിച്ച് ഹൃദയത്തിലാണ്. എന്ത് തരത്തിലുള്ള പരിമിതികളുണ്ടെങ്കിലും ഇതായി കാണുന്ന മൈതാനങ്ങൾ പോലെയുള്ള ഇടങ്ങളിലൊന്നും ഇറങ്ങി പന്ത് തട്ടിയാൽ തീരുന്നതേ മലപ്പുറത്തുകാരത്തെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള പരിമിതികളും. അത്തരത്തിൽ പരിമിതികളെ അതിജീവിച്ച മലപ്പുറത്ത് ഇപ്പോൾ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുട്ബോൾ താരം എനിക്കൊപ്പമുണ്ട്. മക്കരപ്പുറമ്പ് വറ്റല്ലൂർ സ്വദേശിയായിട്ടുള്ള അജു. ഇതിനോടകം തന്നെ 23 ലക്ഷം കാഴ്ചക്കാരാണ് അജുവിൻ്റെ ഫുട്ബോൾ പ്രകടനം കണ്ടിട്ടുള്ളത്. അജു എനിക്കൊപ്പം ചേരുന്നുണ്ട്. സുഖല്ല അജു? ജെയ്സിയൊക്കെ കാണാം. ഖേലോ ഇന്ത്യ ഫുട്ബോൾ താരം ഉൾപ്പെടെ സെറിബ്രൽ പാഴ്സി ഫുട്ബോൾ ടീമിൽ ഉൾപ്പെടെ സംസ്ഥാന ടീമിൽ കളിക്കുന്ന പ്ലെയർ കൂടിയാണ് അജു. അജുവിന്റെ സ്ഥലം എവിടെയാ? എന്താ വർത്താനൊക്കെ? ഇപ്പൊ അജു കളിക്കുന്ന വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. ഒരുപാട് താരങ്ങൾ ഉൾപ്പെടെ ആ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടോ, അറിഞ്ഞോ? എന്താ തോന്നിയേ? കൂട്ടുകാരന്മാരുടെ സപ്പോർട്ടിലാണല്ലേ കളിക്കുന്നത്? പന്തളി പറഞ്ഞാൽ അത്ര ഇഷ്ടമാണോ? ചെറുപ്പം മുതലേ പന്തളിക്കും. ഇവിടെ വന്ന് ചെറുപ്പം മുതലേ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ അജുവിനെ ചങ്ങായിമാരൊക്കെ കളിക്കാർക്കുവേനോ? എങ്ങനെയാ കളിയിലേക്കൊക്കെ വരുന്നത്? കളി ഇവിടെ നാട്ടിൽ സ്ഥിരം കളിക്കും, ഇവരൊക്കെ കളിക്കും. ഇവരൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ടർഫുണ്ടാവും, ടർഫ് കളിക്കും. പിന്നെ ഇവരപ്പം എന്നും കളിക്കണം, വൈകുന്നേരം വരെ കളിക്കണം. അപ്പം ഈ കുട്ടികളപ്പോൾ കളിക്കും. കളിക്കുമ്പോൾ ഒരു ആവേശമാണ്, ഒരു സന്തോഷമാണ്. എന്താ ഫുട്ബോൾ കളിക്കണം. ഫുട്ബോളിനോടുള്ളൊരു ഇഷ്ടം അത് വരാനുള്ള കാരണം എന്താ? ചെറുപ്പം മുതലേ കളിച്ചു, പിന്നെ നാട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടി. അപ്പം അങ്ങനെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ എത്തിപ്പെടാൻ പറ്റി. ചെറുപ്പം മുതലേ നമ്മൾ ഈ വറ്റല്ലൂർ ഗ്രൗണ്ടിലൊക്കെ കളിച്ച് വളർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ വലിയ ടീമിലൊക്കെ എത്തിപ്പെട്ട് കളിക്കാൻ പറ്റിയല്ലേ? അതൊരു ഭാഗമാണ്. ഈ നാട്ടിൽ ജനിച്ചു, ഇവിടെ ടീമിൽ കളിച്ചു, ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത കേരളത്തിലെത്തി. ഏത് പൊസിഷനിലാണ് കളിക്കാൻ കൂടുതൽ ഇഷ്ടം? ഏത് പൊസിഷനിലാണ് കളിക്കൽ? അവിടെ കേരള ടീമിൽ കളിക്കുന്നത് പോവില്ല, പിന്നെ ഇവിടെ ബാക്കിലും കളിച്ചു. ഓക്കെ, അതെ. എന്തൊക്കെ പരിപാടി ഉണ്ടല്ലോ അത് മാറ്റി വെച്ചാണ് ഇങ്ങോട്ട് കളിക്കാൻ? വൈകുന്നേരം അധികം ഫ്രീ തന്നെ ആയിരിക്കും. പഠിച്ചതൊക്കെ എവിടെ പഠിച്ചതൊക്കെ? മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ BRBക്ക് കഴിഞ്ഞു. PSCൻ്റെ ട്രെയിനിങ് പോയിനു, അതും കഴിഞ്ഞു. ഗംഭീര കളിയാണെന്നുള്ളതാണ് അജുവിൻ്റെ ആ വീഡിയോ കണ്ടതോടെ ഒരുപാട് താരങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓൾ ദി ബെസ്റ്റ് ഉൾപ്പെടെ പറയുന്നുണ്ട്. എന്താ അവരോടൊക്കെ പറയാനുള്ളത്? എന്താ ആഗ്രഹം? ആഗ്രഹം ഇനി കളിക്കാം, അത് ജോലി വേണം. നാട്ടിൽ ഗ്രൗണ്ടില്ല, അതൊക്കെ വളർന്നു വരുന്ന താരങ്ങളുണ്ട്, പക്ഷേ നല്ലൊരു ഗ്രൗണ്ടില്ല. നല്ലൊരു ഗ്രൗണ്ടില്ല, അത് വലിയൊരു ആവശ്യമാണ്. അതെ, ഞാൻ വളർന്നു, അതേപോലെ മറ്റുള്ളവർക്ക് വളരണമെങ്കിൽ ഗ്രൗണ്ട് വേണം. നമ്മളെ ഫുട്ബോളിൻ്റെ പോലെയല്ല മറ്റേ നോർമൽ ഫുട്ബോൾ, അത് പ്രാക്ടീസ് ചെയ്യാൻ നല്ല ഗ്രൗണ്ട് വേണം. കുട്ടികളുണ്ട്, പക്ഷെ ഓൾക്ക് പ്രാക്ടീസ് ചെയ്ത് വരാനുള്ള സൗകര്യമില്ല. ഇല്ല, ഇതന്നെ ദിവസം വൈകുന്നേരം ഞങ്ങൾ വന്ന് കിടന്ന് വെള്ളം മുക്കി നടക്കുക, എന്നിട്ടാണ് കളിക്കല്. അതെ, സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്ക് നനച്ചിട്ട് പിന്നെ കളിക്കുക. പിന്നെ മദ്രസയിലും പോകേണ്ടവർക്ക് അപ്പോൾ നനച്ച് കളിച്ചിട്ട് പോകും. ജോലി എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ജോലി ഒന്നും ആയിട്ടില്ല. അതെ, മറ്റുള്ളവരുടെ ചങ്ങന്മാരെ പറ്റി എന്താ പറയുള്ളത്? ഒരുപാട് സന്തോഷം. ഇവിടെ ജനിച്ചു തന്നെ എനിക്കത് വേറെ നാട്ടിൽ എൻ്റെ പോലത്തെ കുറേ ആൾക്കാരുണ്ട്, പക്ഷെ ഓരോന്നും ഇങ്ങനെ അറിയപ്പെട്ടിട്ടില്ല. ഞാനിവിടെ ജനിച്ചത് തന്നെ കാലം അറിയപ്പെട്ട, എൻ്റെ കൂടെ കളിച്ചൊരു പോലത്തെ അറിയപ്പെട്ടിട്ടില്ല. ഞാനിവിടെ ആയതുകൊണ്ട് മലപ്പുറത്തും ഒക്കെ ജനിച്ചതുകൊണ്ട് കാലം അറിയപ്പെട്ട. വീഡിയോ വന്ന സമയത്ത് അതിൽ ഏറ്റവും അധികം കമൻറ്റ് വന്നിട്ടുള്ളത് അജുവിന് വേണ്ടി കളിക്കാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഇവിടെ നാട്ടുകാരെ കുറിച്ചാണ്, കൂട്ടുകാരെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ അജു നേരം മുഴുത്ത 6:30 ആകുമ്പോൾ ഗ്രൗണ്ടിലേക്ക് വരും. ഇനിയിപ്പോൾ ഇവിടെ ആളില്ലെങ്കിൽ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യും. അതിൻ്റെ എല്ലാ സാധനങ്ങളും എൻ്റെ അടുത്തുണ്ട്, എക്യുപ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആയാലും കുട്ടികളൊപ്പം കളിക്കും, ചെറിയ കുട്ടികളായാലും ഇനിയിപ്പോൾ വലിയ കുട്ടികളായാലും അത്യാവശ്യം കളിക്കും. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി വൈറലാകാൻ കാരണം ഈ ഒരു 2 ദിവസം മുന്നേ ഒരു വീഡിയോ വന്നു, അതുകൊണ്ട് ഒരു 2 മില്യൺ അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ വ്യൂസ് വന്നു. അങ്ങനെ ഒന്നും കൂടി ഇതിന് മുന്നേ മൊയ്ൻ ഉസ്ബോഗറിന് ഒരു വീഡിയോ എടുക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു ബ്ലോഗർ. അയാളും വന്ന് ഇതേമാതിരിക്കും ഒന്നും കൂടി
ഒന്ന് വൈറലായി. വലിയ മോട്ടിവേഷൻ തന്നെയാണല്ലോ. അതെ അതെ, അത് മോട്ടിവേഷൻ. കാരണം ഇത്രയൊരു പരിമിതി വെച്ചിട്ടാണ് നമ്മളുടെയും കാട്ടിയും ഡെയിലി കളിക്കുന്ന ആ ഒരു ഫുട്ബോളിനുള്ള ഒരു അതിയായ ഒരു താല്പര്യം കൊണ്ടാണ് നമുക്ക് മനസ്സിലായത്. ഫുട്ബോൾ സ്നേഹം കൃത്യമായിട്ട് അജു. അതെ അതെ, അപ്പോൾ അവിടെ നല്ല ഫുട്ബോൾ കളിക്കണം. അതിന് പുറത്ത് ഇപ്പോൾ അവൻ എല്ലാ പരിപാടിക്കും ഇപ്പോൾ പുറത്ത് ഗസ്റ്റായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇനാഗ്രേഷൻ അങ്ങനെ പല പരിപാടി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ആൾ. സന്തോഷം. നമ്മളെ അയൽവാസിയാണ്, നമ്മളെ സപ്പോർട്ടാണ് നമ്മളെല്ലാം. അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അജുവിന് ഇഷ്ടപ്പെട്ട ടീം, ഇഷ്ടപ്പെട്ട പ്ലെയർ. ഇഷ്ടപ്പെട്ട ടീം അർജൻറ്റീന, മെസ്സി. ഇപ്പം അങ്ങനെ ഞാൻ വലിയ കളികളൊന്നും കാണില്ല. CR7 ഇഷ്ടമല്ല? എത്തങ്ങ ഞാൻ CR7 ഫാനാണ്. അങ്ങനെ എനിക്ക് കളിക്കാൻ തള്ളി പറഞ്ഞില്ല. ഫുട്ബോളാണ്, പലരും പലയുമാണ് രീതിയിലാണ് കളിക്കുക. ആ ഇഷ്ടമില്ലാത്ത കുഴപ്പമില്ല. ഇങ്ങനെ കളിക്കാൻ ആഗ്രഹിച്ചിട്ട് പക്ഷേ ഒരുപാട് പരിമിതികളുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകളോടൊക്കെ എന്താ പറയുള്ളത്? അത് നമ്മളെ കൂട്ടുകാരന്മാരും ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഇറങ്ങുക. നാട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയാലേ കളിക്കാൻ കഴിയും. എനിക്കത് കിട്ടി. നാട്ടുകാരും കൂട്ടുകാരൊക്കെ ചിലർക്ക് നാട്ടുകാരെ ഇടയ്ക്ക് ഇറങ്ങാൻ മടിയായിരിക്കും. അങ്ങനെ ആയിരിക്കും ചിലർ വീട്ടിലിരിക്കുന്നത്. ഇത്ര മനോഹരമായാണ് അജു സംസാരിക്കുന്നത്. ഇവിടെ ഒരു ഗ്രൗണ്ടിൻ്റെ അപര്യാപ്തതയുണ്ട്, അത് അജു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള നാട്ടുകാരുടെ, അവൻ്റെ സുഹൃത്തുക്കളുടെ, അവൻ്റെ ചങ്ങായിമാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇവിടെ വരെ എത്തിയെന്ന് പറയുന്നുണ്ട്. ഇനിയൊരു ജോലി വേണം, അതിനത് വേണ്ട അധികൃതർ പരിഗണിക്കണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അത് പരിഗണിക്കപ്പെടട്ടെ. വളരെ മനോഹരമായൊരു സാഹചര്യമാണ് ഇവിടെ. അവരുടെ ഒരു സൗഹൃദവും സന്തോഷമൊക്കെ കാണുമ്പോൾ വലിയ അഭിമാനമുണ്ട്. വീഡിയോ എടുത്ത നിങ്ങളാണല്ലേ? പേരെന്തായിരുന്നു? വാഹിദ്. വീഡിയോ ഭയങ്കര വൈറലായി. അങ്ങനെ ഒന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഒന്ന് വന്ന ഇവിടെ ഈ ഒരു ഭാഗത്തിരുന്നിട്ടാണ് ഇരുന്നത്. അപ്പോൾ എൻ്റെ കളി ഡെയിലി കാണലുണ്ട്. പക്ഷെ എത്ര ഒരു രസം കിട്ടിയ ഒരു കളി ആണല്ലോ. അപ്പോൾ അത് മൊബൈലിൽ പകർത്തണം എന്നുള്ളൊരു വലിയൊരു ഇടം എടുത്തില്ല. അങ്ങനെ ഒരിക്കലും ആ റേഞ്ചിൽ എത്തുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ അർജുനിലേറെ കൂടുതൽ അത് ഞങ്ങളാണ് പ്രതീക്ഷിച്ചത്. ഞങ്ങൾ ഫ്രണ്ട്സാണ് വിചാരിച്ചത് ഇത്ര കയറി പോകണം എന്നുള്ളത്. അജുവിൻ്റെ ഈ കഴിവ്, അജുവിൻ്റെ താല്പര്യം ലോകം അറിയണമെന്നുണ്ട്. അതെ അതെ. നമ്മൾ അജുവിനെ പറ്റില്ല. അജുവിന് എന്തെങ്കിലും കുറവുകളുള്ള പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കൂടുതലേ ഉള്ളൂ. ഞങ്ങളെക്കാളൊക്കെ ഏറ്റവും നന്നായിട്ട് മനോഹരമായിട്ട് കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു അസൂയയും അതിലേറെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. പിന്നെ ഇതുപോലെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ അജുവിന് എന്തെങ്കിലും കുറവുകളുള്ള പോലെ തോന്നിയിട്ടില്ല. അജുവിന് കൂടുതലേ ഉള്ളൂ, എല്ലാ കഴിവുകളും. അപ്പോൾ അത് ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. തീർച്ചയായും നിഷ്കളങ്കമായ സൗഹൃദത്തിൻ്റെ വലിയൊരു ഉദാഹരണം മക്കരപ്പറമ്പിലെ വറ്റല്ലൂരുവിലെ ഈ സുഹൃത്തുക്കൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അജു വളരെ മനോഹരമായിട്ട് കളിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് സജി നിലമ്പൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.